എന്റെ പ്രിയ കുഞ്ഞെ, ഇന്ന് നീ ഭാവിയെക്കുറിച്ച് ആശങ്കപ്പെടുന്നുണ്ടോ? നാളെയെക്കുറിച്ച് നീ ഭയപ്പെടുന്നുണ്ടോ? നിന്റെ വഴികൾ എവിടെ എത്തുമെന്നറിയാതെ നീ കലങ്ങിയിരിക്കുകയാണോ? ഞാൻ നിന്നോട് പറയുന്നു, നിന്റെ ഭാവി സുരക്ഷിതമാണ്. ലോകം മാറാം, മനുഷ്യർ മാറാം, സാഹചര്യങ്ങൾ മാറിപ്പോകാം. പക്ഷേ എന്റെ കരുതൽ നിന്നെ വിട്ടു മാറുകയില്ല. നീ എന്റെ കൈകളിലാണ്. നിന്റെ നാളുകളെ ഞാൻ തന്നെയാണ് കരങ്ങളിൽ പിടിച്ചിരിക്കുന്നത്. നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന പദ്ധതികൾ അനുഗ്രഹത്തിനുള്ളതാണ്, അത് ശാപത്തിനുള്ളതല്ല. നീ ഇപ്പോൾ കാണുന്നതെല്ലാം അനിശ്ചിതത്വമാണ്. പക്ഷെ ഞാൻ കാണുന്നത് സുരക്ഷിതമായ നിന്റെ ഭാവിയാണ്. നീ എന്റെ കൈകളിലാണ്, അതിനാൽ നീ സുരക്ഷിതനാണ്. ഭയപ്പെടേണ്ട കുഞ്ഞെ, നിന്റെ ഭാവി എന്റെ കൈകളിലാണ്. എന്റെ കുഞ്ഞെ, ഭയം നിന്റെ മനസ്സിനെ വല്ലാതെ വേട്ടയാടുന്നുണ്ട്. നിന്റെ വിശ്വാസത്തെ അത് വളരെ ചെറുതാക്കുന്നുണ്ട്. എന്നാൽ എന്റെ വിശ്വാസം നിന്റെ ആത്മാവിലേക്ക് കടന്നു വരുമ്പോൾ നിന്റെ ഉള്ളിലെ വിശ്വാസത്തെ അത് വലുതാക്കി മാറ്റും. നീ ചോദിക്കുന്നു, എനിക്ക് മുൻപിൽ എന്താണുള്ളത്? എന്റെ ജീവിതം എവിടെ എത്തും? എന്നാൽ ഞാൻ പറയുന്നു, നിന്റെ വഴികൾ ഞാൻ അറിയും. നിനക്കായി ഞാൻ ഒരുക്കിയിരിക്കുന്ന ചില പദ്ധതികൾ, അത് നിന്നെ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാനുള്ളതാണ്. ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വരും, അപ്രതീക്ഷിത വാർത്തകൾ വരും, മനസ്സിനെ തകർക്കുന്ന സംഭവങ്ങൾ വരും. പക്ഷേ ഒന്നോർക്കുക, കാറ്റ് ശക്തമായി ആഞ്ഞടിക്കുമ്പോൾ ഞാൻ നിന്നെ വിട്ടു പോകുന്നില്ല. ഞാൻ നിന്റെ അടുത്തേക്ക് വരുന്നു. ഒരിക്കൽ ഞാൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാകും. കടൽ ശാന്തമായി, കാറ്റടങ്ങി. അവിടെ ഞാൻ ഉണ്ടായിരുന്നു. നിന്നോടൊപ്പവും ഞാനുണ്ട്. നിന്റെ ഭാവി കൊടുങ്കാറ്റ് തകർത്ത് കളയില്ല. നിന്റെ നാളുകൾ എന്റെ കയ്യിലാണ് എന്നത് നീ മറന്നു പോകരുത്. നീ തകർന്നിട്ടുണ്ടോ? നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയോ? നിന്റെ പ്രതീക്ഷകൾ മങ്ങിപ്പോയോ? ഇന്ന് നീ എന്നെ കേൾക്കൂ കുഞ്ഞെ, ഞാൻ തകർച്ചയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ കണ്ണുനീർ വെറുതെയായി പോകില്ല. നിന്റെ വേദന അർത്ഥശൂന്യമല്ല. നീ കരഞ്ഞ രാത്രികൾ നിന്റെ ശക്തിയുടെ അടിത്തറയായി മാറും. നിന്റെ കഴിഞ്ഞ കാലം നിന്റെ ഭാവിയെ നശിപ്പിക്കില്ല. എന്റെ കൃപ നിന്റെ നാളെയെ സംരക്ഷിക്കും. എന്റെ കുഞ്ഞെ, നിന്റെ നാളുകൾ നിന്റെ കയ്യിലല്ല, അത് എന്റെ കരങ്ങളിലാണ് എന്ന് നീ അറിയാതെ പോകരുത്. നീ അറിയാത്ത വഴികൾ പോലും ഞാൻ അറിയുന്നു. നീ കാണാത്ത അവസരങ്ങൾ പോലും ഞാൻ നിനക്കായി ഒരുക്കും. നിന്റെ വഴികളെ ഞാൻ നേരെയാക്കും. നീ ഒരിക്കലും വൈകിയിട്ടില്ല. നീ പിന്നിലല്ല. നിന്റെ സമയം ഇപ്പോഴാണ് വന്നിരിക്കുന്നത്. നിന്റെ ഭാവി അനിശ്ചിതത്വമല്ല, അത് സുരക്ഷിതമാണെന്ന് നീ അറിയണം. എന്റെ പ്രിയ കുഞ്ഞെ, ഭയം നിന്നെ നശിപ്പിക്കാൻ വന്നതാണ്. പക്ഷേ വിശ്വാസം നിന്നെ ഉയർത്താൻ വന്നതാണ്. നീ ചോദിക്കുന്നു, എന്റെ ജോലി, എന്റെ കുടുംബം, എന്റെ ആരോഗ്യം, എന്റെ കടങ്ങൾ, എന്റെ ഭാവി, ഇതൊക്കെ എന്തായിത്തീരും? ഞാൻ പറയുന്നു, ഇതെല്ലാം എന്റെ നിയന്ത്രണത്തിലാണ്. നീ ഇപ്പോൾ കാണുന്നതെല്ലാം പ്രശ്നങ്ങളാണ്. പക്ഷെ ഞാൻ കാണുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരങ്ങളാണ്. ഞാൻ നിന്റെ ഇടയനാണ്. നിനക്കൊരു കുറവും ഉണ്ടാവാതെ നിന്നെ ഞാൻ പരിപാലിക്കും. നീ തനിച്ചല്ല. നീ വഴി തെറ്റിയിട്ടുമില്ല. നിന്റെ വഴി ഞാൻ തന്നെയാണ് നിന്നെ നയിക്കുന്നത്. നിന്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റുകൾ വന്നേക്കാം, അപ്രതീക്ഷിതമായ വാർത്തകൾ വന്നേക്കാം, വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ കടന്നു വന്നേക്കാം.
മനസ്സിനെ തകർക്കുന്ന അനുഭവങ്ങളിലൂടെ നീ കടന്നു പോകേണ്ടതായും വരാം. പക്ഷേ കേൾക്കൂ കുഞ്ഞെ, ഒരു കൊടുങ്കാറ്റ് നിന്റെ അവസാനമല്ല, അത് നിന്റെ ഉയർച്ചയുടെ തുടക്കമാണ്. ഭയപ്പെടേണ്ട, ഞാൻ തന്നെയാകും. ആ ഒരു വാക്കിന് മുൻപിൽ കാറ്റ് ശാന്തമായി, കടലടങ്ങി. അവിടെ ഞാനുണ്ടായിരുന്നു. ഇപ്പോൾ നീ അഭിമുഖീകരിക്കുന്ന സകല പ്രതിസന്ധികളിലും നിന്നോടൊപ്പം ഞാനുണ്ട്. നിന്റെ ഭാവി ഒരു കൊടുങ്കാറ്റിനും തകർത്ത് കളയാൻ കഴിയില്ല. നിന്റെ ഭാവി എന്റെ കരുതലിലാണ്. നീ തകർന്നിട്ടുണ്ടോ? നിന്റെ സ്വപ്നങ്ങൾ തകർന്നു പോയോ? നിന്റെ വിശ്വാസം നിന്റെ ഉള്ളിൽ തളർന്നു പോയോ? എന്നോട് കേൾക്കൂ കുഞ്ഞെ, ഞാൻ തകർച്ചയിൽ പ്രവർത്തിക്കുന്ന ദൈവമാണ്. നിന്റെ നഷ്ടപ്പെട്ട വർഷങ്ങളെ ഞാൻ നിനക്ക് തിരികെ നൽകും. നിന്റെ കണ്ണുനീർ ഞാൻ വിത്താക്കി മാറ്റും. നിന്റെ മുറിവുകൾ ഞാൻ സാക്ഷ്യമാക്കി മാറ്റും. നീ കരഞ്ഞ രാത്രികൾ നിന്റെ ശക്തിയുടെ അടിത്തറയായി മാറും. നിന്റെ ഭാവി നിന്റെ കഴിഞ്ഞ കാലങ്ങളല്ല നിയന്ത്രിക്കാൻ പോകുന്നത്. എന്റെ കൃപ നിന്നെ നിയന്ത്രിച്ചു തുടങ്ങും. എന്റെ പ്രിയ കുഞ്ഞെ, നിന്റെ ജീവിതം വെറുതെയല്ല. നിന്റെ ജനനം ഒരു അപകടവുമല്ല. നിന്റെ ശ്വാസം പോലും എന്റെ പദ്ധതിയാണ്. നിന്റെ അമ്മയുടെ ഗർഭത്തിൽ ഞാൻ നിന്നെ രൂപപ്പെടുത്തി. നിനക്കായി ഞാൻ വാതിലുകൾ തുറക്കുന്നു, വഴികൾ ഒരുക്കുന്നു, അവസരങ്ങൾ സൃഷ്ടിക്കുന്നു. നീ വൈകിയിട്ടില്ല, നീ പിന്നിലായി പോയിട്ടുമില്ല. നിന്റെ സമയം ഇപ്പോൾ വരികയാണ്. നിന്റെ ഭാവി അനിശ്ചിതത്വമല്ല, അതെന്റെ കൈകളിലാണ്. എന്റെ പ്രിയ കുഞ്ഞെ, നിന്നിലേക്ക് അനുഗ്രഹം ഒഴുകിയിറങ്ങാൻ തുടങ്ങും. നിന്റെ കുടുംബത്തിൽ സമാധാനം വരും. നിന്റെ സാമ്പത്തികത്തിൽ സ്ഥിരത വരും. നിന്റെ മനസ്സിൽ ശാന്തി വരും. നിന്റെ ആത്മാവിൽ ശക്തി വരും. നിന്റെ വഴികളെ ഞാൻ നേരെയാക്കും. നീ താഴെ വീഴില്ല. നീ ഉപേക്ഷിക്കപ്പെടില്ല. നീ മറക്കപ്പെടില്ല. നിന്റെ ഭാവി സുരക്ഷിതമാണ്. ഇപ്പോൾ നീ ആയിരിക്കുന്ന സ്ഥലത്തിരുന്നു കൊണ്ട് നിന്റെ കണ്ണുകളൊന്ന് അടയ്ക്കൂ. നിന്റെ ഹൃദയമൊന്ന് തുറക്കൂ. ഇവണ്ണം പ്രാർത്ഥിക്കൂ: കർത്താവേ, എന്റെ ഭാവി നിന്റെ കരങ്ങളിൽ ഞാൻ ഏൽപ്പിക്കുന്നു. എന്റെ ഭയം നീ മാറ്റണം. എന്റെ വിശ്വാസം ശക്തമാക്കണം. എന്റെ വഴികൾ നേരെയാക്കണം. എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണം. എന്റെ ജീവിതത്തെ ഉയർത്തണം. എന്റെ നാളെ നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുകയാണ്. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഉച്ചത്തിൽ നീ പറയൂ: എന്റെ ഭാവി സുരക്ഷിതമാണ്. ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ നാളുകളിൽ ഞാൻ ഭയപ്പെടുന്നില്ല. വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കൂ: എന്റെ ഭാവി സുരക്ഷിതമാണ്. ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ നാളുകളിൽ ഞാൻ ഭയപ്പെടുന്നില്ല. പ്രിയ കുഞ്ഞെ, ഈ സന്ദേശം നിനക്ക് അനുഗ്രഹമാകുന്നുണ്ട്. മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്തെത്തിക്കും. മറ്റൊരാൾ കൂടെ ആശ്വാസം പ്രാപിക്കട്ടെ. ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. എല്ലാ ദിവസവും രാത്രി 12 മണിക്ക് ദൈവശബ്ദം ഈ ചാനലിൽ വരുന്നതായിരിക്കും. അത് നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹപൂർണമാക്കും. നിങ്ങളുടെ മാനസിക തകർച്ചകളെ മാറ്റി കുടുംബത്തിൽ സമാധാനത്തെ നിറയ്ക്കും. അതിനാൽ ഈ ചാനൽ ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഇപ്പോൾ തന്നെ വയ്ക്കുക.